ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള എക്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. പലരും ചോദിക്കാറുണ്ട്, സർ പുതിയ വല്ല ടെക്നിക്കുകളും ഉണ്ടോ, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനായിരുന്നു എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ലവ് സ്പെല്ലാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ലവ് സ്പെൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എഴുതാനുണ്ട് എന്നൊക്കെ. അത്രയൊന്നുമില്ല. നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പീസ് ഓഫ് പേപ്പറാണ്. ആ പേപ്പറിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഒരു പേപ്പർ സെറ്റാക്കുക. ഓക്കെ, ഒരു ഇത്ര വലുപ്പമുള്ള അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ്. ഇനി ഇതിനേക്കാൾ ചെറിയ പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മധ്യത്തിലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ട് കൈന എന്നുള്ള പേരെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെയാണോ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഈ പേജിൻ്റെ മധ്യത്തിലായിട്ട് എഴുതുക. ഞാൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, മധ്യത്തിൽ കൈന എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ സെൻറ്ററിൽ ഞാൻ കൈന എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് ഈ പേരിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് എഴുതണം. ചുറ്റും മുകളിൽ എഴുതണം, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എഴുതണം, ലെഫ്റ്റ് സൈഡിൽ എഴുതണം, താഴ്ഭാഗത്ത് എഴുതണം. ആരുടെ പേരാണ് എഴുതേണ്ടത്? നിങ്ങളുടെ പേരാണ്. ഓക്കെ, ആദിഷ്. ഇങ്ങനെ 4 സൈഡുകളിലും നിങ്ങളുടെ പേര് എഴുതുന്നു. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ മിഡിലാണ് ആ വ്യക്തിയുടെ പേരുള്ളത്. ആ വ്യക്തി എങ്ങോട്ട് നോക്കുകയാണെങ്കിലും ലൈഫിൽ നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുക. കാരണം ചുറ്റും നിങ്ങളുടെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടെക്നിക്കാണ്. നമ്മൾ എന്ത് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണോ ഇത് ചെയ്യുന്നത് ആ ഇൻറ്റൻഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ വർക്കാവും. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ഒരു കാര്യം കൂടി എഴുതാൻ പോവുകയാണ്. അതിതാണ് കം ബാക്ക് ടു മീ നൗ എന്നുള്ളതാണ്. താഴത്തെ നമ്മൾ കം ബാക്ക് ടു മീ നൗ എന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ഇതാണ് പവർഫുൾ ആയിട്ടുള്ള സ്പെൽ എന്ന് പറഞ്ഞത്. ഇതിന് ശേഷം ഇത് ഒരു 7 തവണ നിങ്ങൾ മടക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ രീതിയിൽ 7 തവണ മടക്കുക. 1 2 3 4 5. ഞാൻ ഒരു 5 എണ്ണം മടക്കിയപ്പോഴേക്കും ഇത് തീർന്നിട്ടുണ്ട്. നിങ്ങൾ മടക്കുമ്പോൾ ഏകദേശം ഒരു 7 പാട്ടാക്കി വെച്ചതിന് ശേഷം മടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 7 തവണ ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾ ഈ പേപ്പർ നിങ്ങളുടെ വാലറ്റിലോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പുറകുവശത്തിൽ നമ്മൾ മൊബൈലിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ പുറകിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. എപ്പോഴാണോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പേപ്പർ എടുത്ത് കളയുക. അതുവരെ നിങ്ങൾ ഒരിക്കലും ഈ പേപ്പർ എടുത്ത് കളയരുത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഇത്ര വലിയ പേപ്പർ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ വളരെ പ്രയാസമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പേപ്പർ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാലറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ കവറിൻ്റെ പുറകിലോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവരും മീൻസ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയിപ്പോയി നിങ്ങളുടെ എക്സിനെ റീഅട്രാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.